ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും പണം കണ്ടെത്തിയ സംഭവത്തിൽ ജഡ്ജിക്കെതിരെ ആഭ്യന്തര അന്വേഷണം. ഇതിനായി സുപ്രീംകോടതി നടപടികൾ ആരംഭിച്ചു. അതേസമയം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ സ്ഥലമാറ്റത്തിനെതിരെ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. അലഹബാദ് ഹൈക്കോടതി ചവറുകൊട്ട അല്ലെന്നാണ് ബാർ അസോസിയേഷന്റെ പ്രതികരണം. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ്. ബൽറാം, ഗുഡ് ഈവനിങ്. നമുക്കറിയാം നമ്മുടെ ജഡ്ജിമാരുടെയൊക്കെ ശമ്പളം എത്രയാണ്. അപ്പം നിയമവിധേയമായ രീതിയിൽ ഒരു ജഡ്ജിയുടെ വീട്ടിൽ അത്രയധികം പണം കാണാനുള്ള ഒരു സാധ്യത ഇല്ലെന്നാണ് എൻ്റെ ഒരു കോമൺ സെൻസ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇത്രയധികം പണം എങ്ങനെ വന്നു? അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, പിന്നെ ഈ പറയുന്ന പോലെ ബാർ അസോസിയേഷൻ കൊണ്ടുവരുന്ന ചില ആരോപണങ്ങൾ, അതുമായൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, തീർച്ചയായും ക്രിസ്റ്റീൻ സൂചിപ്പിച്ച പോലെ തന്നെ അസ്വാഭാവികമായ അളവിൽ പണം കണ്ടെത്തി ഈ ജഡ്ജിയുടെ വസതിയിൽ എന്നത് കൊണ്ട് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത്. യഥാർത്ഥത്തിൽ ഇത് ഒരു യാദൃശ്ചികമായാണ് ജഡ്ജിയുടെ വസതിയിൽ ഇത്തരത്തിൽ പണം സൂക്ഷിച്ചിരുന്നതായി കണ്ടെത്തുന്നത്. അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ തീപിടുത്തമുണ്ടാകുന്നു. കുടുംബാംഗങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കുന്നു. ഫയർഫോഴ്സ് തീ അണച്ച ശേഷം സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി വീടും മുഴുവൻ പരിശോധന നടത്തുന്നു. ആ ഘട്ടത്തിലാണ് ഒരു മുറിയിൽ അസ്വാഭാവികമായ രീതിയിൽ ഫയലുകൾക്കുള്ളിലും മറ്റുമായി മറച്ചുവെച്ച നിലയിൽ വലിയ അളവിൽ പണം കണ്ടെത്തിയത്. അത് സാധാരണഗതിയിൽ ഏതൊരു ഇന്ത്യൻ പൗരനാണെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാവുന്ന പണത്തിന് കണക്കുണ്ട്. അതിലും എത്രയോ ഇരട്ടിയിലേറെ പണം കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിനെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും വിവരം അറിയിക്കുകയും ആഭ്യന്തര മന്ത്രാലയം വഴി ഈ വിവരം ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അറിയുകയും ചെയ്തു. ഉടൻ തന്നെ അദ്ദേഹം കൊളീജിയം വിളിച്ചു ചേർത്ത് ഈ ജഡ്ജി യശ്വന്ത് സിൻഹയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു. തുടർ നടപടികളും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. കൊളീജിയത്തിലെ ഭൂരിഭാഗം അംഗങ്ങളും കടുത്ത നടപടി ഈ വിഷയത്തിൽ വേണമെന്നും ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ തന്നെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഇത് എന്നുമുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. ആഭ്യന്തര അന്വേഷണത്തിനായുള്ള നടപടികൾ സുപ്രീം കോടതി കൊളീജിയം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ യശ്വന്ത് സിൻഹ വർമ്മയിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട്. തൃപ്തികരമല്ലാത്ത വിശദീകരണമാണെങ്കിൽ ഈ ആഭ്യന്തര സമിതിയുടെ അന്വേഷണവും മറ്റ് നടപടികളും മുന്നോട്ടു പോകും. അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടതായുള്ള സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ വരും മണിക്കൂറുകളിൽ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. അതേസമയം ഈ സ്ഥലം മാറ്റത്തിന് എതിരെ കടുത്ത പ്രതികരണവുമായി അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷനും രംഗത്ത് വന്നിരിക്കുകയാണ്. അലഹബാദ് ഹൈക്കോടതി ഇത്തരത്തിൽ കളങ്കിതരായ ആളുകളെ സ്ഥലം മാറ്റാനുള്ള ചവറ്റുകുട്ടയല്ല എന്ന പ്രതികരണമാണ് ബാർ അസോസിയേഷൻ നടത്തിയിരിക്കുന്നത്. എന്നാൽ ജഡ്ജിയുടെ പക്കൽ എവിടെ നിന്നാണ് പണമെത്തിയത്, എങ്ങനെയാണ് പണമെത്തിയത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള തുടർ കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. നിലവിൽ സാധാരണ നിലയിൽ കണ്ടെത്താൻ പാടുന്നതിനേക്കാൾ എത്രയോ വലിയ അളവിൽ പണം കണ്ടെത്തി എന്നുള്ള വിവരം മാത്രമാണ് ഇതുവരെയും പുറത്തു വന്നിരിക്കുന്നത്. ഇത് അസ്വാഭാവികമായി സമ്പാദിച്ചതാണ്, അനധികൃത സ്വത്താണ് എന്ന സ്ഥിരീകരണമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് തുടർ നടപടികളിലേക്ക് കടക്കുന്നത്.